ഹലോ, ഞാൻ ഡോക്ടർ സഹവർഷം. ഈ തണുപ്പ് കാലത്ത് നമുക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് പഴങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓറഞ്ചസ്. ഓറഞ്ചസിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ സി ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യാനും അതുകൂടാതെ ഈ നമ്മളെ ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന വെളുത്ത രക്താണുക്കളല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ്, അതിന്റെ ഉത്പാദനത്തെ വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ചസ് കഴിക്കുന്നത് വഴി നമ്മുടെ ചർമ്മാരോഗ്യത്തിനും പിന്നെ നമ്മുടെ ചർമ്മം ഒന്നുകൂടി ഗ്ലോ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു ഫ്രൂട്ടാണ് പേരക്ക, ഗുവ. ഇതിൽ വൈറ്റമിൻ സി ഓറഞ്ചസിലേക്കാളും അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഓറഞ്ചസ് പൊതുവെ ഈ തണുപ്പ് കാലത്ത് പനി, ചുമ, ജലദോഷം അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ കഫക്കെട്ടുള്ള സമയത്ത് നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൂട്ടുകയേ ചെയ്യുള്ളൂ. ആ സമയത്ത് നമുക്ക് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ അത് ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത് പേരക്കയാണ്. പിന്നെ വരുന്ന ഒരു ഫ്രൂട്ടാണ് കിവി. കിവി കാണാൻ ചെറുതാണെങ്കിലും ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും അതുകൂടാതെ നമ്മുടെ നല്ല ന്യൂട്രിയൻസ്, പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനും കിവി സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് പൊമഗ്രനേറ്റ്, അനാർ, ഉറുമാമ്പഴം, അങ്ങനെ കുറച്ച് പേരുകളുണ്ട് ഇതിന്. ഇത് കൂടുതലായിട്ടും ഇതിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ ശരീരത്തിന് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന കേടുപാടുകളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അടുത്ത ഫ്രൂട്ടാണ് ആപ്പിള്. ആപ്പിള് കൂടുതലായിട്ടും നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആപ്പിളില് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന പ്രോപ്പർട്ടി ഉള്ള ഫ്ലാവിനോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്.